ഓനെ വിടില്ല, ഇവൻ ഓനെ വിടില്ല, നമ്മൾ ആരും വിടില്ല. ഇതന്നിപ്പോ അവസ്ഥ കൊറേ നേരായി. നീ എന്തിനാ റോങ് സൈഡിൽ വരുന്നത്? പെണ്ണാണ് അത്. So today is the third day of Mangalore trip. We woke up late, not as planned as when we thought we will wake up at 5 o'clock, go take a bath, come back, we will welcome the guest, we will look good. Thenga we look good. We are looking like this. People are coming. And we are here. What we are doing. No vandi, no nothing, no vehicle. We are going to walk to room now. We stayed in this house. Just 3.4 kilometers we are going to walk and go take a bath. I'm still sleepy. This Kurpu is still not sleepy, very active. ഞാൻ പോകുന്നു, ബൈ ബൈ. നീ വരണ്ട. അപ്പോൾ ഓക്കെ, രണ്ടിലേക്ക് പോട്ടെ, കുളിക്കാൻ ഡ്രസ്സ് മാറ്റി ഈ കോലത്തന്മാരിൽ കുറച്ച് ലുക്കായിട്ട്. ഓക്കെ, ഒന്നും പറയാനില്ല, നടന്നു തുടങ്ങി. മംഗലാരെന്നൊന്നും പറയാൻ പറ്റില്ല, കാഞ്ഞങ്ങാട് വീട്ടിൽ കാണുമ്പോൾ നാടക സഭകളിൽ വ്യത്യാസമില്ല, വീടെല്ലാം കേൾക്കണം. സെയിം നിങ്ങളുടെ പോകോ ഒരു കൊട്ടാക്കിട്ട് വാടാ. കുടിച്ചിട്ട് Hi bro. How do you feel? We are nice. നടന്നു പോകുന്ന വിചാരിച്ചു ബ്രോ, പക്ഷെ ഇങ്ങനെയല്ല ആവും നമ്മൾ വിചാരിച്ചില്ല ബ്രോ. ഇത് എക്സ്പീരിയൻസ് ആണ് ബ്രോ, പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ. മറ്റേ ഈ മുഖ്യമന്ത്രിക്ക് മറ്റേ SP സെക്യൂരിറ്റി പോലെ സ്പെഷ്യൽ ഫുഡ് അതുപോലെ ബ്രോ. Cats bro. Cats. അല്ല ബ്രോ, ഏത് സെക്യൂരിറ്റി ഉണ്ട് ബ്രോ? പേര് This is monkey security അല്ലോ. സോഡ ബ്രോ. ഓ അത് നിൽക്കൊക്കെ നമുക്ക് ഉണ്ട്, നിൽക്കൂല. രാവിലെ തന്നെ ഈവനിങ് ബാക്കിൽ പോവാന്ന് വിചാരിച്ചു, നമുക്ക് വണ്ടി കിട്ടി ഗൈസ്. ചുമ്മാ നടന്നിട്ട് പോകുന്നേ. നമ്മൾ ഇവിടത്തെ പേരെ നടന്നത്, ഇവിടം വരെ നടന്നു വന്ന് നമ്മളെ തിരിച്ച് ആദ്യം അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് നിങ്ങളങ്ങനെ നടന്നിട്ട് പോകുന്നത്. എന്നും നല്ല സ്നേഹമുള്ള ആൾക്കാർ, ഇത്ര സ്നേഹമുള്ള ആൾക്കാർ ഉണ്ടാവുമ്പോൾ നമ്മൾ നടക്കാനും വിടൂല. വാട്ടിടും. Thanks bro. She's holding a cat. Nice bro. കുളിച്ച് റെഡി ആയിട്ട് ഡ്രസ്സൊക്കെ ആക്കി നല്ല ലുക്കായിട്ട് നല്ല പെമ്പിളേരൊക്കെ വരുന്നു. പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ചു. നമ്മളവിടെ വളയും മാലയും വളയും ചീർപ്പും പൂജക്ക് വെക്കാൻ വളയും ചീർപ്പും കൊടുത്തിടാൻ പറഞ്ഞു. ഇനി ഈ അറിയാത്ത നാട്ടില് അറിയാവുന്നല്ല, പക്ഷെ ഈ ഉള്ള ആളില് നമ്മള് ഫാൻസി സ്റ്റോർ തപ്പി നടക്കണം. അത് 9 മണിക്ക് മുമ്പേ തുറക്കുന്ന ഫാൻസി സ്റ്റോർ ഇവിടെ. അപ്പൊ അത് തപ്പി നടക്കുന്നതാണ്. ഇപ്പൊ നമ്മള് ചീർപ്പേ फूड सेंटर मटन लिवर करी Bismillah bro. So what we are going to search is fancy star at this time. No. This is too early for Monday day, because Sunday they will be very enjoying people. So Monday they will open very late. Wow. Come on. Tell bro. നീ എന്തിനാ റോങ് സൈഡിൽ വരുന്നത്? പെണ്ണാണ് അത്. അപ്പൊ പിന്നെ കുളിക്കാൻ വന്ന് നമുക്ക് വേറെ പുതിയൊരു ഡ്യൂട്ടി കിട്ടിയതാ. ഇവര് വന്നിട്ട് ഉള്ളാൾ സ്റ്റേഷൻ നമ്മൾ പൊക്കി. ഇനി ഇവരെ കൊണ്ട് ഇടയ്ക്ക് ചാടണം. അത്രേ ഉള്ളൂ, 3 ആൾക്കാർ ചാടണം. അത് കഴിഞ്ഞ് തിരിച്ച് ആദ്യം വേണ്ടി കുളിച്ചിട്ട് ആദ്യം പോകണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. വെറുതെ വെള്ളടിക്കുന്ന പരിപാടി ഒന്നും വണ്ടിയാണ്.
ഈ വണ്ടിക്ക് വെറുതെ വെള്ളടിക്കുന്ന പരിപാടി ഈ വണ്ടിക്ക് വെള്ളടിക്കുന്നുണ്ടെങ്കിൽ ഫുൾ അടിക്കണം അല്ലേ ബ്രോ? ആരും ഇങ്ങനെ ചെടി കുളിപ്പിക്കില്ല, അങ്ങനെ തല മാത്രം കുളിക്കുന്ന പരിപാടിയല്ല. റെഡിയായി സെറ്റായി. ഇനിയിപ്പം നേരെ വിടണം, അങ്ങോട്ട് പോകണം. അപ്പം നിങ്ങൾക്ക് കമ്മൽ വേണം പറഞ്ഞു. അപ്പോൾ കമ്മലെടുക്കാൻ പോകണം. കമ്മൽ വീണ് പോയിരുന്നത് ട്രെയിനിൽ. ഒന്നുകിൽ ആരോ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആരോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യത്തിൽ ടിഷ്യൂ ഫോൺ ഇതെൻ്റെ പിതാശ്രീ, ഇതെൻ്റെ സിസ്റ്റർ ശ്രീ अब्बूजान अब्बूजान. माझे म्हणजे अब्बूजान याची माझ्या सिस्टर बहीण बहन बहना बहना मेरा. थँक यू बहना അതൊന്നും സാധനം बहना. അല്ല ഫോൺ തപ്പം കൂടും അതും കളഞ്ഞ ഞാൻ ഈ ഫോൺ ആ ഫോൺ മേടിക്കാൻ നിൽക്കുന്നില്ല. ഒരാൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഞാൻ കസേരമ്മ വെച്ചു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ശിവായ ടിഷ്യൂ എടുത്ത് ചാടുന്നുണ്ട്. ഫോൺ അടിക്കും. അപ്പോൾ ഫോൺ എടുത്ത് ഫോൺ ചടിയില്ല. ഫോണ് പോയി, അത്രേ ഉള്ളൂ. എൻഡ് ഓഫ് ദ സ്റ്റോറി. ഞാൻ ഈ ഫോൺ കൊടുത്തിട്ട് ആ ഫോൺ വാങ്ങുന്നുണ്ട്. ആരോ ഉണ്ട്. ഞാൻ ആരെ ചീറ്റ് ചെയ്ത് മുടി Don't do like that. We can do. Don't do like that. അപ്പോൾ സമയമായി. ഈ റൂം വെക്കേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞ് കുറേ നേരമായി, 2 മണിക്കൂറായി. അവർ അറിയുന്നവരായതുകൊണ്ട് നമ്മൾ വെറുതെ വിട്ടു. ബാഗൊക്കെ പാക്കായി. ഇന്ന് ബാഗൊക്കെ വണ്ടിയിൽ വെക്കുന്നു. എല്ലാ ബാഗും പാക്കൊക്കെ വണ്ടി വെക്കുന്നു. ഇവിടെ നിന്നെല്ലാം ഇറങ്ങുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് ഒരു 1 hour സംസാരിച്ചിട്ട് നേരെ ബാംഗ്ലൂരേക്ക്. ഇപ്പോൾ ടൈം എത്ര? 3:30. നമ്മൾ 4:30 വിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു 1:30 ആകുമ്പോൾ ബാംഗ്ലൂർ എത്തും. എന്നാൽ നമ്മളൊരു കാൽക്കുലേഷൻ എവിടെ പോകുന്നില്ല, ഡയറക്റ്റ്. ഓ പറയാൻ പറ്റില്ല. ചിലപ്പോൾ മൈസൂർ പോയിട്ട് അവിടെ ഡ്രോപ്പ് ആക്കിയിട്ടേ പോകും. അപ്പോൾ 2 മണി 2:30 നാളെ ഓഫീസിൽ പോകണം. നോക്കട്ടെ. വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടാവും. പരിപാടിയെല്ലാം കഴിഞ്ഞു. സുള്ളിയ വഴി KR നഗർ പോയി ഡ്രോപ്പ് ആക്കിയിട്ട് നേരെ ബാംഗ്ലൂർ. സെയിം ടീം. അതുപോലെ തന്നെ വന്ന പോലെ തന്നെ റിട്ടേൺ. വന്ന പോലെ തന്നെ അല്ല, ഇത് വേറെ റൂട്ടിൽ. പക്ഷേ KR നഗർ ഡ്രോപ്പ് ഉണ്ട്. ഇപ്പോൾ ചെർക്കള ജൽസൂർ റോഡിലുണ്ട്. നമ്മളെ റൈറ്റ് സൈഡിൽ ഏതൊരു റിവർ ഉണ്ട്. ഇത് പയസ്വിനി റിവറാണ്. ഏതൊരു റിവർ പോയി. മഴയും ഉണ്ട്, ഫോഗും ഉണ്ട്, എല്ലാം ഉണ്ട്. റോഡ് എന്ന് വെച്ചാൽ അങ്ങനെ വലിയ ഗാർഡ് സെക്ഷൻ ഒന്നുമില്ല.
എന്നാലും വളവൊക്കെ നല്ലുണ്ട്, നല്ല വളവുണ്ട്, അത്യാവശ്യം നല്ല കുണ്ടും കുഴിയുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിനകത്താണ്, പക്ഷെ കാണിക്കുന്നത് 150 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ മൈസൂർ എത്തുന്നതാണ്. ഏത് വയ്യാന്നൊക്കെ അറിയില്ല. അതന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ റൈറ്റ് സൈഡിൽ പയസ്വിനി റിവർ ഒഴുകുന്നുണ്ട്. നമ്മൾ ആ റിവറിന്റെ സൈഡിൽ തന്നെ നമ്മൾ കാറിൽ ഒഴുകുന്നുണ്ട്. ബെസ്റ്റ്. ഇപ്പൊ നമ്മൾ കർണാടക എൻട്രായി. ഇനി ഇവിടെ നമുക്ക് കർണാടക. കേരളം കഴിഞ്ഞ് ഗൈസ്, കേരളം കഴിഞ്ഞ്. ഇനി റോഡ് അതാന്ന് തോന്നുന്നു ജംഗ്ഷനിൽ. ആ ജംഗ്ഷനിൽ മാത്രം റോഡ് കുറച്ച് മോശമായി. സന്തോഷായി മോനെ. ഏതാ കുയി ഇത്? നമ്മൾ കാണുന്ന എല്ലാ ബോർഡറിലും പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ ബോർഡറിലല്ല, കർണാടക തമിഴ്നാട് ബോർഡറിലെ റോഡ് അവരും നോക്കൂല ഇവരും നോക്കൂല. ആ ബോർഡറിൽ ഒരു സ്ട്രെച്ച് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ റോഡ് ഇമാതിരി കൊണ്ടും പോയി ഉണ്ടാവും. കണ്ടോ, ഇത് തന്നെ അവസ്ഥ. ഇമാതിരി കൊണ്ടുപോയി ഉണ്ടാവും. അത് അവർ പറയും ഇവര് ശരിയാക്കണം, ഇവര് ശരിയാക്കണം. എന്തെങ്കിലും ആയിരിക്കും പ്രശ്നം. എന്താ ചെയ്യാ? ഡങ്കർ സോൺ. എൻ്റെ മുന്നേ തമോഗർത്തം. ബെസ്റ്റ് ഓഫ് റോഡ് എക്സ്പീരിയൻസ്. കാണുന്നുണ്ടല്ല, മഞ്ഞുണ്ട്, കോട വരുന്നുണ്ട്. ഹൈവേ വിട്ടാ കാണും. കോട എന്ന് പറയുമ്പോൾ ഇതിനെ ഫോഗ്. അതാ പോയി എത്ര ഇത് ഈ റിക്ഷ എടുത്ത് പോകുന്നുണ്ടല്ലപ്പാ, നല്ല ദൈവം. ഞാനിങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നി റോഡിൽ. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇപ്പൊ തൂക്കിയനെ. ജൽസൂരെത്തി. സുള്ളി അല്ലല്ലോ ബ്രോ, ജൽസൂരെത്തി. ഇനിയൊരു 150 കിലോമീറ്റർ എത്തിയാൽ കേരള. ഇവന്മാര് മത്സരം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ. ഇവന്മാര് പരിപാടി തീരുവാകുന്നത്. ഇവന്മാര് മുമ്പിൽ വരുത്തേ ബാക്കിൽ വരുത്തേ. ചേട്ടാ നമ്മള് ഓവർടേക്ക് ചെയ്തെങ്കിൽ നിങ്ങളെ കൊണ്ട് പറഞ്ഞ പണി തന്നത്. ഓനെ വിടില്ല, ഓനെ വിടില്ല, നമ്മൾ ആരും വിടില്ല. തന്നെ പാസ് മുമ്പില് ആരോടോ അവരോടെ നമ്മളോടാ. കഴിഞ്ഞ് പയന്ന് കൂറുക കഴിഞ്ഞു. ഇപ്പൊ അടുത്ത് ബ്രോ അപ്പൊ നമ്മൾ പ്രോപ്പർ മടിക്കേരിയിലുണ്ട്. പയന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കണം. തിരിച്ചാദ്യം വണ്ടി എടുക്കണം, പോകണം, കേരളം കിടക്കണം, ഡ്രോപ്പ് ചെയ്യണം, എന്നിട്ട് ബാംഗ്ലൂർ എത്തണം. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. കേരള വണ്ടി കളക്ഷൻ നൈസ്. ഫുഡ് ഓർഡർ ചെയ്യണം, ഫുഡ് കഴിക്കണം. പിന്നെ വേറെ വലിയ പരിപാടി അല്ലേ ബ്രോ? ഫുഡ് ഓർഡർ ചെയ്യണം, ഫുഡ് കഴിക്കണം. ഇപ്പം 5 മണിയായി രാവിലെ. ഇനി പോയി കുറച്ച് കിടന്നുറങ്ങണം. രാവിലെ എണീക്കണം, ഓഫീസിൽ പോകണം. 9 മണിയാകുമ്പോൾ എണീച്ചിട്ട് റെഡിയായിട്ട് പോകാം. ഓക്കെ, ബൈ.